കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ 19 വർഷത്തെ ദുരൂഹ മരണങ്ങളുടെയും ആത്മഹത്യകളുടെയും പട്ടികയെടുത്ത് SIT സംഘം. ധർമ്മസ്ഥല പഞ്ചായത്തിൽ നിന്ന് കൈപ്പറ്റിയ 1995 മുതൽ 2014 വരെയുള്ള രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. സാക്ഷി കാണിച്ചു കൊടുത്ത ഇടങ്ങളിൽ ഇന്നും മണ്ണുമാറ്റി പരിശോധന നടത്തും. 8 സ്പോട്ടുകളാണ് ആകെ പരിശോധിച്ചത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടെയെല്ലാം പരിശോധന നടത്തും? അതോടൊപ്പം ഈ റിപ്പോർട്ടുകൾ തേടിയതിന്റെ ഒരു പശ്ചാത്തലം കൂടി പറയും. മോർണിംഗ് സ്മിത, ഇന്ന് പരിശോധന നടത്തുന്നത് പ്രധാനമായിട്ടും 9 മുതലുള്ള സ്പോട്ടുകളിലാണ്. 7-8 സ്പോട്ടുകളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 8-9 സ്പോട്ടുകളിലേക്ക് അല്ലെങ്കിൽ 9-10 സ്പോട്ടുകളിലേക്കൊക്കെ അന്വേഷണം നീളാനാണ് ഇന്ന് സാധ്യത. അവിടെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു തന്നെ പരിശോധന നടത്താൻ കഴിയുന്ന സ്പോട്ടുകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശുചീകരണ തൊഴിലാളി പറയുന്നത് അനുസരിച്ച് തന്നെ അത്ര ഡീപ്പായി തന്നെ പരിശോധന നടത്തി പോകാനാണ് SIT സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള 8 സ്പോട്ടുകളിൽ നിന്നും ഒരൊറ്റ സ്പോട്ടിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ ലഭിച്ചത്. അത് 15ഉം അതിലധികം അസ്ഥികൾ ലഭിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. 15 അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. പൊട്ടിയ ചില ഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അത്തരത്തിൽ ഇത്രയും അസ്ഥികൾ ലഭിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ SIT തീരുമാനിച്ചിട്ടുമുണ്ട്. ഇനി ബാക്കിയുള്ളത് 5 സ്പോട്ടുകളാണ്. ഇതിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെയുമുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധന മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് സമാന്തരമായി തന്നെ UDR റിപ്പോർട്ടുകൾ പോലീസ് തങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത്. പഞ്ചായത്തിലെത്തി അസ്വാഭാവിക മരണങ്ങളുടെയും ആത്മഹത്യകളുടെയും ഒക്കെ പട്ടിക പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്, കൈപ്പറ്റിയിട്ടുണ്ട്. 1995 മുതലുള്ള രേഖകളാണ് കൈപ്പറ്റിയിരിക്കുന്നത്. 2014 വരെ, അതായത് ഏതാണ്ട് ഈ ശുചീകരണ തൊഴിലാളി ഇവിടെ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലുള്ള അസ്വാഭാവിക മരണങ്ങളുടെ പട്ടികയാണ് പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. ആത്മഹത്യകളുടെ പട്ടികയും എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനിൽ ഈ UDR രേഖകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അന്ന് ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല, ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ രേഖകൾ ഇല്ല എന്നത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ രേഖകൾ ഇല്ല എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയാണ്, വീഴ്ച തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ രേഖകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും പഞ്ചായത്തിൽ നിന്നും ഈ രേഖകൾ പോലീസ് കൈപ്പറ്റിയിട്ടുണ്ട്. നേരത്തെ വിവരാവകാശ രേഖകൾ പ്രകാരം പലരും ഈ രേഖകൾ കൈപ്പറ്റിയിരുന്നു. അതിലൊരു 500ഓളം പേരെ മിസ്സിംഗ് ആയ സംഭവങ്ങളൊക്കെയും ഉണ്ട് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. എന്തായാലും അങ്ങനെ നിലവിൽ 2 രീതിയിലും ഈ ലഭിച്ച അസ്ഥികളുടെ പരിശോധന ഒരു ഘട്ടത്തിൽ നടക്കുന്നു. UDR റെക്കോർഡുകൾ സ്വീകരിക്കുന്നു. മാത്രമല്ല കുഴിച്ചു പരിശോധന തുടരുകയും ചെയ്യും. ഇനി 2 സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലുള്ള സ്ലോട്ടുകൾ, അത് ആ സ്പോട്ടുകൾ ഏത് തരത്തിലാണ് പരിശോധിക്കുക എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അതിൽ കോടതിയുടെ അനുമതി തേടേണ്ടി വരും എന്നുകൂടി ഈ സാഹചര്യത്തിൽ മനസ്സിലാകുന്നുണ്ട്. സ്മിത, പരിശോധന ഇന്നും തുടരും. 8 സ്പോട്ടുകളാണ് ഇതുവരെ ആകെ പരിശോധിച്ചത്. മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.